ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ഗ്രാമീണ കർഷകരുടെ ജീവിതം സുഗമമാക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് ഇന്ന് 18,000 കോടി രൂപ വിതരണം ചെയ്തു. 1 ലക്ഷം കോടിയിലേറെ രൂപ ഇതിനകം പദ്ധതിയിലൂടെ കർഷകർക്ക് കൈമാറിയതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് കൃഷിക്ക് വേണ്ട മുതൽമുടക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 5,397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. 4,506 പേർ രോഗമുക്തി നേടി. 11.04% രോഗസ്ഥിരീകരണ നിരക്ക്. 16 മരണമാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,930 ആയി. 4,690 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 576 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇന്ന് 557 പേർക്കെതിരെ കേസെടുത്തു. 207 പേർ അറസ്റ്റിലായി. 19 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2,091 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 3 കേസും രജിസ്റ്റർ ചെയ്തു. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 2,81,919 കോവിഡ് രോഗികൾ. രോഗമുക്തി നിരക്ക് 95.77% ഉയർന്നു. 1.45% ഇന്ത്യയിലെ കോവിഡ് മരണനിരക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8 കോടിയിലേക്ക് അടുക്കുന്നു. 5,62 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,50,000 കടന്നു. അമേരിക്ക, റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ സിനിമാ ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അനിൽ നെടുമങ്ങാട് അന്തരിച്ചു. തൊടുപുഴ മലങ്കര ഡാമിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ അദ്ദേഹം കയത്തിൽപ്പെടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. സിനിമാ ചിത്രീകരണത്തിനിടെ സുഹൃത്തുക്കളോടൊപ്പം ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ജലാശയത്തിൽ അനിലിനെ കാണാതായതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ട് 5:30 അപകടം. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മലങ്കര ടൂറിസ്റ്റ് ഹബ്ബിലാണ് അപകടം നടന്നത്. മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കമ്മട്ടിപ്പാടം, അയ്യപ്പനും കോശിയും, പൊറിഞ്ചു മറിയം ജോസ്, ആമി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിൽ അനിൽ അഭിനയിച്ചിട്ടുണ്ട്. 1972 നെടുമങ്ങാട് ജനിച്ച അനിൽ നിരവധി ടെലിവിഷൻ ചാനലുകളിൽ അവതാരകനായും പ്രോഗ്രാം പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാടിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ബാലൻ, TP രാമകൃഷ്ണൻ, VS സുനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. അഭിനയ മികവിലൂടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ അനിലിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ DYFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. ചികിത്സയിലുള്ള മുഖ്യപ്രതി ഇർഷാദ് കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇർഷാദ്, ഇസാഖ്, ഹസൻ, ആഷിർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലായത്. ഔഫ് അബ്ദുൾ റഹ്മാന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാസർഗോഡ് SP D ശിൽപ വ്യക്തമാക്കി. കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും SP അറിയിച്ചു. അതിനിടെ ഇർഷാദിനെ യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേതൃത്വം പുറത്താക്കി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള യാത്രാവിലക്കുകളും നിയന്ത്രണങ്ങളും ആഘോഷ പരിപാടികളുടെ പകിട്ട് കുറച്ചു. യേശു പിറന്ന ബത്ലഹേമിലും കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലുമെല്ലാം ആഘോഷ പരിപാടികൾ ചുരുങ്ങിയ നിലയിലായിരുന്നു. കേരളത്തിലും ആഘോഷ പരിപാടികൾക്ക് ഇക്കുറി പതിവ് പൊലിമ ഉണ്ടായില്ല. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 96ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സദ്ഭരണ ദിവസമായിട്ടാണ് ഈ ദിനം രാജ്യത്ത് ആചരിക്കപ്പെടുന്നത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അടൽ ബിഹാരി വാജ്പേയിക്ക് ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം നാളെ കണ്ണൂരിൽ. രാവിലെ 10:30 EK നായനാർ സ്മാരക അക്കാദമി ഹാളിലാണ് പരിപാടി. ഭാവി കേരള വികസന പദ്ധതികൾക്ക് ജനപ്രതിനിധികളും വിദഗ്ധരും പങ്കെടുക്കുന്ന യോഗം രൂപം നൽകും. മുഖ്യമന്ത്രി മറ്റന്നാൾ വയനാട്ടിലെത്തും. കൽപ്പറ്റ പുളിയാർമല കൃഷ്ണ ഗൌണ്ടർ ഹാളിൽ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ വികസനത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പര്യടനത്തിന്റെ 3ാം ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ വ്യക്തികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചതാണിത്. തീരദേശ മേഖലയുടെയും വനിതകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ക്ഷേമത്തിന് ഊന്നൽ നൽകണമെന്ന ആവശ്യം പരിപാടിയിൽ പങ്കെടുത്തവർ പങ്കുവച്ചു.
പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് എന്ത് അവകാശമാണുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ധനസഹായ വിതരണത്തിന് മുന്നോടിയായി കോഴിക്കോട് എലത്തൂർ ഏടക്കരയിൽ നടത്തിയ കിസാൻ സംവാദ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാർഷിക നിയമം കാരണം കൃഷിക്കാരല്ല, ഇടനിലക്കാരാണ് കഷ്ടപ്പെടുന്നത്. ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്ന ഇടനിലക്കാർക്ക് തിരിച്ചടി വന്നതുകൊണ്ടാണ് സമരം ശക്തമായതെന്നും അദ്ദേഹം ആരോപിച്ചു. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നാളെ മുതൽ ആരംഭിക്കുന്ന ടെസ്റ്റിൽ വിരാട് കോഹ്ലിക്ക് പകരം ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അജിങ്ക്യ രഹാനെ ആയിരിക്കും. പുതുമുഖങ്ങളായ ശുഭൻ ഗില്ലും മുഹമ്മദ് സിറാജും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും ഋഷഭ് പന്തും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. 4 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ISL ഫുട്ബോളിൽ നാളെ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. 6 കളികളിൽ 2 ജയവും 2 തോൽവിയും 2 സമനിലയും വഴങ്ങിയ ചെന്നൈയിൻ FC പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. അതേസമയം 6 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ഭേദചിന്തയില്ലാത്തവരായി കുട്ടികൾക്ക് വളരാനുള്ള സാഹചര്യമൊരുക്കുകയാണ് ശിശുക്ഷേമ സമിതി ബാലഭവൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുഞ്ഞുങ്ങളെ സിലബസിൽ തളച്ചിടുന്ന രീതി ഇവിടെ ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ കണ്ണൂർ ബാലഭവൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാല്യം ആസ്വാദ്യകരമാക്കുകയും സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാത്തവരായി കുട്ടികളെ വളർത്തുകയുമാണ് ബാലഭവൻ പോലുള്ള ശിശു സൌഹൃദ നടപടികളിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലം പുസ്തകോത്സവത്തിന് തുടക്കമായി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകോത്സവം ഈ മാസം 30-ന് സമാപിക്കും. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ശബരീശ സന്നിധിയിലെത്തി. നാളെ രാവിലെ 11:40-നും ഉച്ചയ്ക്ക് 12:20-നും ഇടയിലാണ് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. മണ്ഡലപൂജയെ തുടർന്ന് നാളെ നട അടയ്ക്കുന്നതോടെ മണ്ഡല മഹോത്സവത്തിന് സമാപനമാകും. TRP റേറ്റിംഗ് തട്ടിപ്പ് കേസിൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ മുൻ മേധാവി പാർത്ഥോദാസ് ഗുപ്തയെ മുംബൈ എക്സ്പ്ലനേഡ് മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തു. ഇന്നലെ പൂനെയിൽ നിന്നാണ് മുംബൈ പോലീസ് പാർത്ഥോദാസിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ 15 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത 50-65 പ്രായപരിധിയിലുള്ളവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നവജീവൻ എന്ന പദ്ധതി നടപ്പാക്കാൻ ഇന്നലെ നടന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡിയോടുകൂടി വായ്പ അനുവദിക്കും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് മറ്റന്നാൾ. മൻ കി ബാത്തിന്റെ 72ാം പതിപ്പാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.